നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണ്. നമ്മളൊരാൾ കാറിൽ വന്ന് ഇറങ്ങുന്നിടത്ത പോയിന്റിൽ നിന്ന് കളക്ട് ചെയ്ത് ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സിനും അസിസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാഫ്, പിന്നെ ലഗേജസ് അറേഞ്ച് ചെയ്യാൻ ഒരു പോർട്ടറും കാണും. ഇതാണ് നമ്മുടെ മെയിൻ സർവീസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ട്സിലും സർവീസ് കൊടുക്കുന്നുണ്ട്. UAE എയർപോർട്ട്സിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗപ്പൂർ, UAE ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഒരു ബിസിനസ്സിൽ ഒരു ടീം വർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഗൂഗിളിന് തോന്നുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ടീം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയില്ല, ഭയങ്കര ജോളിയായിട്ടാണ് പോകുന്നത്. ലൈക്ക് ഒരു കോളേജ് വൈബിൽ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഫേസ് ചെയ്ത സെയിം ഇഷ്യൂ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്. എൻ്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. തുടങ്ങുക, എന്തുണ്ടെങ്കിലും നമുക്ക് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ദിലീപ് ഏട്ടൻ്റെ ഭയങ്കര ഫാനാണല്ലേ? അതെ. എന്തുകൊണ്ട് ദിലീപ് ഏട്ടന് ഇത്ര ഇഷ്ടപ്പെടാനൊരു കാരണം? കൊച്ചിലെ തൊട്ട് ഈ പറയുന്ന പോലെ തന്നെ പുള്ളിയുടെ മൂവീസ് ഭയങ്കര കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, അത് തന്നെയാണ് പുള്ളിയോട് ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് വന്നത്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ പുള്ളിയാണ്, അച്ഛൻ്റെ കമ്പനിയുടെ. ഒരു മൂവി പുള്ളിനെ വെച്ച് ചെയ്യണം ഫ്യൂച്ചറിൽ, ഇത് തന്നെയാണ് ഡ്രീം. പ്രൈം ഫ്ലൈ പോലെ തന്നെ വേറെ എന്തെങ്കിലും ഐഡിയാസ് മൈൻഡിലുണ്ടോ? ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിവോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്ലിവോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ നമ്മുടെ സ്ട്രെസ്സ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്കൊരു ഡോക്ടറിനെ പോയി അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ട് ഇഷ്യൂസൊക്കെ സംസാരിക്കാൻ പഠിക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിലൂടെ കയറിയിട്ട് നമുക്ക് സംസാരിക്കാം, ഡോക്ടേഴ്സിനെ കാണാം, ഇഷ്ടമുള്ള ടൈമിൽ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. Welcome to Milestone Makers Presence Behind the Brand. Today we have Gogul Sanil Kumar. ഗൂഗിൾ, ഹായ്, വെൽക്കം ടു ദി ഷോ. ഗൂഗിൾ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താലും ഒരു 23-24 വയസ്സാകുമ്പോഴാണ് നമ്മൾ ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഗൂഗിളിനെ സംബന്ധിച്ച് 22ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് തുടങ്ങി അതിൻ്റെ CEO ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ബിക്കോസ് ഇറ്റ്സ് വെരി ഇൻസ്പയറിങ് ടു എവ്രി വൺ. കാരണം ഇപ്പോഴും കരിയർ എന്താണെന്ന് ഇതുവരെ തിരഞ്ഞെടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒരു 25+ ആണെങ്കിലും. പക്ഷെ ആ സമയത്ത് ഗൂഗിൾ ഒരു 22 ഇയേഴ്സിലെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബ്രാൻഡിൻ്റെ CEO ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? എന്താ ഇപ്പം പറയണ്ടേ? ആക്ച്വലി എന്താ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ കാണും എല്ലാവർക്കും. ആരും അങ്ങനെ ആഗ്രഹമില്ലാത്തവരായിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ചെയ്യണം എന്നുണ്ടായിരുന്നത് പല പല കാര്യങ്ങളായിരുന്നു. +2 പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹമല്ല കോളേജിൽ പഠിക്കുമ്പം. അപ്പം കോളേജൊക്കെ തീരാറായ ടൈമിൽ എന്തെങ്കിലും ചെയ്യണം. ലൈക്ക് LLB ആയിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് അത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകും, രക്ഷപ്പെടും, വീട്ടിലൊരു വില കിട്ടും, കസിൻസിൻ്റെ ഇടയിലൊക്കെ ഒരു വില കിട്ടും എന്നുള്ളൊരു തോട്ടൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ പറഞ്ഞ. അപ്പം ആ ഒരു മൊമെൻറ്റിൽ കോളേജ് തീരുന്നതിന് മുമ്പേ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം എന്നൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവീസ് ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റഡ്, ബട്ട് അതിനകത്തോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഫാദർ ഓൾറെഡി ബിസിനസ് ഫീൽഡാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ കുറേ കൊല്ലം നിന്നിട്ടൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു 2-3 ഇയേഴ്സോളം പുള്ളിയുടെ അവിടെ പോയി വർക്കൊക്കെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഓക്കെ, അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സാധനം വെച്ച് ചെയ്യാം എന്നുള്ളൊരു തോട്ടിൽ അത് കോളേജ് തീരുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഇത്തിരി ഒന്ന് ബ്രാൻഡ് ആവണം എന്നുള്ളൊരു വാശിയുടെ പുറത്തും കയറിയതാണ്. പക്ഷെ LLB എന്നൊരു ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചേഞ്ച് ആണ് അല്ലേ? എനിക്ക് LLB ഉണ്ടായിരുന്നതേ ഒരു ചേഞ്ച് ആയിരുന്നു. കാരണം +2 കഴിഞ്ഞു കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കോഴ്സ് എടുക്കും എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു. ഒരു ഓവർനൈറ്റിൽ വന്ന പ്ലാനാണ് LLB തന്നെ ആണ്. പിന്നെ പക്ഷെ LLB പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് കുഴപ്പമില്ല, പഠിച്ചു ഗ്രൂപ്പ് അങ്ങനെയാണ്. ഓക്കെ നമ്മൾക്കത് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പോൾ ഗൂഗിളിൻ്റെ ബ്രാൻഡ് പ്രൈം ഫ്ലൈ എന്നാണ് അല്ലേ? ആക്ച്വലി എന്താണ് പ്രൈം ഫ്ലൈ? പ്രൈം ഫ്ലൈ എന്ന് പറയുന്നത് എയർപോർട്ട് ബേസ്ഡ് സർവീസസിന് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്. നിങ്ങൾക്കിപ്പോൾ എയർപോർട്ടിൽ എന്ത് സർവീസ് വേണമെങ്കിലും, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആണ്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് അസിസ്റ്റൻസ്, പോർട്ടർ സർവീസ്, ബാഗേജ് റാപ്പിംഗ്, ഇങ്ങനെ പറയുന്ന സർവീസുകൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ നമ്മുടെ അടുത്തുനിന്ന് ബുക്ക് ചെയ്യാം. അങ്ങനെയാണല്ലേ? ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ എയർപോർട്ടിൽ എല്ലാവരും പോവുമെങ്കിലും ഇപ്പോഴും പലർക്കും ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. ലൈക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ ഒരാളില്ലെങ്കിൽ അതും ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്കൊന്ന് അങ്ങനെയുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു
സംഭവം അല്ലേ? നമ്മൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് ആണ് ഈ പറയുന്ന എൻഡ് ടു എൻഡ് സർവീസ് വരുന്നത്. ഓക്കെ. നമ്മുടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളൊരാൾ കാറിൽ വന്ന് ഇറങ്ങുന്നിടത്ത പോയിന്റിൽ നിന്ന് കളക്ട് ചെയ്ത് ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സിനും അസിസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാഫ്, പിന്നെ ലഗേജസ് അറേഞ്ച് ചെയ്യാൻ ഒരു പോർട്ടറും കാണും. ഓക്കെ. ഇതാണ് നമ്മുടെ മെയിൻ സർവീസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബാഗേജ് റാപ്പിംഗ് ഉണ്ട്, കാർ പാർക്കിംഗ് സർവീസ്, അങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട് എയർപോർട്ടിൽ. അതെല്ലാം അവീൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ട്സിലും, എൻ്റെ ഫാദർ ഇത് ഡയറക്റ്റ്ലി ചില എയർപോർട്ട്സിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യാത്ത എയർപോർട്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇതിൻ്റെ എല്ലാ അവൈലബിലിറ്റി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ എവിടേക്കാണ് പ്രൈം ഫ്ലൈ ഉള്ളത്? ഏതൊക്കെ? നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് വരുന്നത് ട്രിവാൻഡ്രത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. ഇപ്പം നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ എയർപോർട്ട്സിലും സർവീസ് കൊടുക്കുന്നുണ്ട്. UAE എയർപോർട്ട്സിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സിംഗപ്പൂർ, അങ്ങനെ 2-3 എയർപോർട്ട്സിൽ. UAE ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്, ഇന്ത്യൻ എയർപോർട്ട്സ് UAE. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു മൂവീസിന്റെ കാര്യം. എനിക്ക് തോന്നുന്നു ഗൂഗിൾ ഭയങ്കര മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണല്ലേ? എന്താ മൂവീസ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? നമുക്ക് എന്ത് ഉണ്ടെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താ ലൈക്ക് കൊച്ചിലെ തൊട്ടേ ഞാൻ കൂടുതൽ മൂവീസിൽ അഡിക്റ്റഡ് ആണ്. ഓക്കെ. കാരണം ഞാൻ ഈ പറയുന്ന പോലെ അച്ഛൻ നല്ല രീതിയിൽ മൂവീസ് കാണുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലെല്ലാം ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെല്ലാം ഫ്രീ ടൈം കിട്ടുക എന്ന് പറയുന്നത് പുള്ളിയായിട്ട് മൂവിക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം അത് കൊച്ചിലെ തൊട്ട് രജിസ്റ്റർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്ത് ഫ്രീ ടൈം കിട്ടിയാലും അല്ലെങ്കിൽ എപ്പം ചുമ്മാ ഇരുന്നാലും മൂവി കാണാം. ഫോണിലാണെങ്കിലും ടാബിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും മൂവി കണ്ടാൽ മതി, അല്ലെങ്കിൽ തിയേറ്റർ ആണ്. അതാണ് ഏറ്റവും ഇഷ്ടം. ഫ്രൈഡേ എന്നെ നോക്കി കഴിഞ്ഞാൽ ഓഫീസിൽ കാണില്ല, ഞാൻ തിയേറ്ററിലായിരിക്കും. ഓക്കെ. അങ്ങനെ സാധാരണ ബിസിനസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമുക്ക് പിന്നെ ഒന്നിനും ഒരു ടൈം ഉണ്ടാവില്ല. ആണ്. മൂവീസ് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും. അതെ അതെ. എന്ത് മൂഡാണെങ്കിലും മൂവി കണ്ടാൽ ഓക്കെ. അപ്പൊ ഗൂഗിളിന് എന്താണ്, മൂവിയിൽ അഭിനയിക്കാനാണോ അതോ സിനിമാറ്റോഗ്രഫി, ഡിറക്ഷൻ, എന്താണ് ഇഷ്ടം മൂവിയിൽ ചെയ്യാൻ? ആക്ച്വലി എനിക്ക് എല്ലാ പോർഷൻസിലും വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. മൂവീസിൽ എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളത് സ്റ്റോറി റൈറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുമായിട്ടാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴേ വല്ല സ്റ്റോറീസ് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇനി പറയാം ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു ഡയറക്ടർ കൂടിയായി, അങ്ങനത്തെ ഒരു ഇത് കൂടി. സ്റ്റോറീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് എഴുതാനായിട്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടോപ്പിക്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ. അപ്പോൾ അതിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ എന്തെങ്കിലും? പ്ലാനിങ് നടക്കുന്നുണ്ട്, ഒന്നും സെറ്റായിട്ടില്ല, പറയാൻ വേണ്ടി ഒന്നും സെറ്റായിട്ടില്ല. ഈ പറയുന്ന പോലെ നമ്മൾ വെബ് സീരീസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും കണ്ടന്റ് തരാൻ ഇഷ്ടമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ചെയ്യണം, പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണം, അതിന് സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തായി പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യാനോ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ടോപ്പിക്ക് വരുവാണെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മൂവീസിൽ AD ആയിട്ട് വർക്ക് ചെയ്ത് ഏതെങ്കിലും മൂവി ഡയറക്റ്റ് ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. ദിലീപേട്ടൻ്റെ ഭയങ്കര ഫാനാണല്ലേ? അതെ. എന്തുകൊണ്ട് ദിലീപേട്ടനെ ഇത്ര ഇഷ്ടപ്പെടാനൊരു കാരണം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് മൂവീസ് ചെയ്ത് തന്നിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു തവണ കണ്ടാലും പിന്നെ റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവീസ് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ. പക്ഷേ ഗൂഗിളിൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ദിലീപേട്ടൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? കൊച്ചിലെ തൊട്ട് ഈ പറയുന്ന പോലെ തന്നെ പുള്ളിയുടെ മൂവീസ് ഭയങ്കര കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, അത് തന്നെയാണ് പുള്ളിയോട് ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് വന്നത്. കാരണം ചൈൽഡ്ഹുഡ് തൊട്ടേ കാണുന്ന കൂടുതൽ മലയാളം കോമഡി മൂവീസ്, നമുക്ക് ഈ പറയുന്ന പോലെ CID മൂസ, അതൊക്കെ വന്നിട്ട് നമ്മളൊരു കാർട്ടൂൺ കാണുന്ന ഫീലിൽ തന്നെ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് പോയി കാണുന്ന CID മൂസയാണ് ഫാമിലി എന്നെ കൊച്ചിലെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് കാണിക്കുന്ന മൂവി എന്ന് പറയാറ്. അന്നേരത്തെ ആ മൊമെന്റ് തൊട്ടേ എനിക്കറിയില്ല, സ്ഥിരം നമ്മൾ കൊച്ചിലെ കാണുന്നതും എല്ലാം ആയിട്ട് പുള്ളിയായിട്ട് എന്തോ ഒരു ലവ് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ഒരു ഫാൻ ബോയ് മൊമെന്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ പുള്ളിയാണ്, അച്ഛൻ്റെ കമ്പനിയുടെ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി പുള്ളിനെ. അപ്പം ഈ പറഞ്ഞ പോലെ ഫാൻ ബോയ് മൊമെന്റ് ആണ്. ഒരു മൂവി പുള്ളിനെ വെച്ച് ചെയ്യണം ഫ്യൂച്ചറിൽ, ഇത് തന്നെയാണ് ഡ്രീം. ദിലീപേട്ടനെ വെച്ച് ചെയ്യാനാണ് ഗൂഗിളിന്റെ ആഗ്രഹം. അതാണ് മെയിൻ അൾട്ടിമേറ്റ് ആഗ്രഹം. എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസ് ചെയ്യണം, മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും മൂവീസ് ചെയ്യണം. പക്ഷേ പുള്ളിനെ വെച്ചിട്ട് നല്ലൊരു സാധനം വർക്കൗട്ട് ചെയ്യണം.
ഫാൻ ബോയ് ട്രിബ്യൂട്ട് എന്നുള്ള പോലെ ഒരു സാധനം. ഓ നൈസ്. ദിലീപേട്ടൻ എന്തെങ്കിലും കാണുമ്പോൾ അതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയിട്ടില്ലേ? സംസാരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടാവണ്ടേ. ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നതാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് സനൽകുമാർ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈം ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ മൂവി റിലേറ്റഡ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാം ഇതുപോലൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ, എനിക്ക് ഇങ്ങനൊരു സാധനം ആഗ്രഹം മനസ്സിലുണ്ട് ചെയ്യണം എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അതുപോലെ നല്ല നല്ല മൂവീസ് ചെയ്യാൻ പറ്റട്ടെ, ദിലീപേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പറ്റട്ടെ. അപ്പോൾ നമ്മൾ പ്രൈം ഫ്ലൈ എടുക്കുമ്പോൾ എത്ര സ്റ്റാഫാണ് പ്രൈം ഫ്ലൈയിൽ ശരിക്കും ഉള്ളത്? ഇപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി ഉള്ള ചെറിയൊരു ടീമാണ്, ഒരു 6-7 പേരുള്ള ചെറിയൊരു ടീമാണ്. പക്ഷെ ചെറിയൊരു ടീമാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത്രയും പാട്ടിൽ നമ്മളുണ്ടെങ്കിലും ഗൂഗിളിന് എല്ലായിടത്തും എത്താൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീം ഉള്ളത് ഭയങ്കര ബലമുള്ള കാര്യമല്ല. ഒരു ബിസിനസ്സിൽ ഒരു ടീം വർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഗൂഗിളിന് തോന്നുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ടീം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന് തന്നെ വേണം പറയാനായിട്ട്. ആക്ച്വലി അവർ ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യങ്ങൾക്കും. ലൈക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് കൊണ്ട് ഞാനും ഭയങ്കര ജോളിയാണ്. ഈ പറഞ്ഞ പോലെ എൻ്റെ റിയൽ ഹാപ്പിനെസ് അതാണ്. ലൈക്ക് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഞാൻ ടെൻസ്ഡ് അല്ല. പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഓവറായിട്ട് കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യും, ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. ലൈക്ക് അങ്ങനെ ഞാൻ നേരത്തെ ഇവിടെ അച്ഛൻ്റെ ഓഫീസിലൊക്കെ നിൽക്കുന്ന ടൈമിൽ എല്ലാവരും പറയുമായിരുന്നു ഞാൻ ഭയങ്കര എടുത്തുചാട്ടമാണ്, ഭയങ്കര ദേഷ്യമാണ്, എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെൻസ്ഡ് ആണ്. എനിക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് ഞാൻ ടെൻസ്ഡ് ആവും. പക്ഷെ ഇപ്പം എൻ്റെ ടീം എന്ന് പറയുന്നത് ഭയങ്കര ചിൽ, കാം, കോയറ്റ് അങ്ങനെ ഭയങ്കര പോകുന്നുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലി. ഞങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയില്ല ഭയങ്കര ജോളി ആയിട്ടാണ് പോകുന്നത്. ലൈക്ക് ഒരു കോളേജ് വൈബിൽ പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി അങ്ങനെ പോയാലാണ് ഒരു ബിസിനസ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണമല്ലോ. ഇപ്പോൾ ഒരു ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടിയാണല്ലോ അതല്ലേ. അപ്പോൾ ഗൂഗിളിന് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് ലീഡർ എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ബെസ്റ്റ് ക്വാളിറ്റി വേണമെന്ന് തോന്നിയിട്ടുള്ളത്? ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ടീമിനെ സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്കൊരു സ്പേസ് കൊടുക്കുക. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്പേസ് എടുക്കണം, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ക്രിയേറ്റീവ് സ്പേസ് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനകത്ത് സജഷൻസ് പറയാം, സപ്പോർട്ട് ചെയ്യാം, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ അവരുടെ ഐഡിയാസും കൂടെ കേൾക്കാൻ നമ്മൾ നിൽക്കണം. കാരണം അവരാണ് കൂടുതൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓവർ വ്യൂ കിട്ടും. അതിനകത്ത് ഇൻറ്റേർണലി എന്ത് നടക്കുന്നു എന്നും കൂടെ അറിയണമെങ്കിൽ അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി എന്തൊക്കെ ചേഞ്ചസ്, കാരണം ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ വളർച്ച വരാം കമ്പനിയിൽ. അത് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവരവരുടെ ഒരു വ്യൂ പോയിന്റ് കാണും. നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി നമ്മുടെ തീരുമാനമാണ്. പക്ഷെ നമുക്ക് കേൾക്കാം എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. ചിലപ്പം ചെറിയൊരു മാറ്റം കൊണ്ട് വലിയൊരു ചേഞ്ച് വരുത്താമല്ലോ. ഉറപ്പായിട്ടും. ഇപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയിലും ഗൂഗിളിനെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താണ് ഗൂഗിൾ? കാരണം നമുക്ക് ഈ ഒരു ബ്രാൻഡ് ഉണ്ട്, നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ തിരക്കായിരിക്കും, പക്ഷെ ചില മൊമെൻറ്റിൽ നമുക്കൊരു ബ്രേക്ക് വേണം, ഒരു പോസ് വേണം എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഗൂഗിളിന് തോന്നാറുണ്ടോ? എനിക്ക് ബ്രേക്ക് വേണം സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ തന്നെയാണ്. എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ ആക്റ്റീവ് ആവുന്നത് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഹോബീസ് എന്നുള്ള രീതിയിലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന് മൂവീസ്, പിന്നെ ഒന്ന് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. മൂവീസ് കാണുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക, ഇത് രണ്ടുമാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ റീൽസ് കാണുക, ഫുഡ് കഴിക്കുക, ഓവർ തിങ്ക് ചെയ്യുക. അത് ഭയങ്കര അധികമാണ്. ഓവർ തിങ്കിങ് മാത്രമേ ഉള്ളൂ എപ്പോഴും. ലൈക്ക് അല്ലെങ്കിൽ ഉള്ള റീൽസ് കണ്ടുകൊണ്ടിരിക്കണം, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. ഞാനങ്ങനെ പെട്ടെന്ന് വണ്ണം വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇടയ്ക്ക്. പിന്നെ ഇപ്പം ഇരുന്ന് വെയിറ്റ് കുറയ്ക്കാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. പക്ഷേ ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇടയിൽ ചെയ്യുമ്പോൾ അത് ബാധിക്കാറില്ലേ ഈ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ? ഇല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഓവർ തിങ്ക് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷനിലും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ തരുന്നതും, നമുക്ക് ഓവർ തിങ്ക് ചെയ്ത പല കാര്യങ്ങളും ഒരു ബാഡ് ഡിസിഷനിലെത്താനും പറ്റുന്നതാണെങ്കിലും എനിക്ക് ചില സാഹചര്യങ്ങളിൽ അത് സഹായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എക്സ്ട്രീമായിട്ട് എല്ലാ സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വർക്കൗട്ട് ആവാറുണ്ട്. നമ്മുടെ ഹൃദയപൂർവ്വത്തിൽ ബേസിൽ പറഞ്ഞ പോലെ എന്തായാലും ഓവർ തിങ്ക് ചെയ്യല്ലേ? ഇപ്പോൾ ഏറ്റവും എക്സ്ട്രീമിൽ ഓവർ തിങ്ക് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഏതൊക്കെ വഴിയിൽ പോവാം എല്ലാ രീതിയിലും ഞാൻ തിങ്ക് ചെയ്ത് നോക്കും. എനിക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പം വർക്കൗട്ട് ആവുമല്ലോ.
നല്ലതായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും അത് വർക്കൗട്ട് ആവാൻ സഹായിക്കുന്നുണ്ട് എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. ചില സമയത്ത് ഒന്നും ചിന്തിക്കണ്ട, ലെറ്റ് ഇറ്റ് ഗോ, എങ്ങനെയാന്ന് വെച്ചാൽ പോട്ടെ. അതാണ് കൂടുതൽ അത് ഞാനിപ്പോ പഠിച്ചു വരുന്നൊരു കാര്യം. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, വെറുതെ വെച്ച് നോക്കാന്നുള്ളത് ശരിയാണ്. അത് സത്യം പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് പീരിയഡിലാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഗൂഗിളിൽ അത് നേരത്തെ മേ ബി ഇത്ര എക്സ്പീരിയൻസ് ഈ ഒരു സമയം കൊണ്ടായതുകൊണ്ടായിരിക്കും. എനിക്കൊരു 25 ഒക്കെ ആയപ്പോഴാണ് അങ്ങനെ ഒരു ഫീൽ വന്നത്, എന്തെങ്കിലും ആവട്ടെ അതിലൊക്കെ പോവാന്നുള്ളത്. പക്ഷെ ഓവർ തിങ്ക് നല്ല രീതിയിലുണ്ട്, മോശം രീതിയിലുണ്ട്. ഗൂഗിൾ ചിന്തിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു ഓവർ തിങ്കിങ് ആണ്. അത് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ തന്നെ അതെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അല്ലേ? ഇപ്പോൾ ഒരു ബ്രേക്ക് വരുന്നതിനേക്കാളും എൻഗേജ്ഡ് ആയിട്ടിരുന്നാലാണ് ഗൂഗിളിന് കുറച്ചും കൂടി ഒരു ഹാപ്പി ആക്റ്റീവ് ആവുന്നത്. എക്സാക്ട്ലി. ഓക്കെ, മനസ്സിലായി. പക്ഷം ഇങ്ങനെ ഒരു മടി പിടിച്ച ലൈഫ് സ്റ്റൈലിലേക്ക് പോവാ. അതെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്താലും പ്രശ്നമാണ്. അതെ, എക്സാക്ട്ലി. പ്രശ്നമാണ്, പക്ഷെ അതും എൻജോയിങ് ആണ്. ചുമ്മാ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ വെറുതെ അത് നല്ല എൻജോയിങ് ആണ്. അത് ഒരു പോയിന്റ് വരെയാണ് അത് എൻജോയിങ് ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത്, കോളേജ് കഴിയുമ്പം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, എല്ലാവരും ചോദിക്കും ഇനി എന്താ. ആ ചോദ്യം വരുന്നതിന് മുമ്പേ എന്തെങ്കിലും അങ്ങോട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് പ്രൈം ഫ്ലൈ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വരും, എന്ത് ചെയ്യുന്നു, എന്താണ്, അച്ഛൻ്റെ കൂടെ വെറുതെ നടന്നാൽ മതിയോ എന്നൊക്കെ ആൾക്കാർക്ക് തോന്നാൻ പാടില്ലല്ലോ. അതെ. അപ്പൊ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ എന്താ പറയുന്നത് ഗൂഗിളിന്റെ ഒരു ഗ്രോത്ത് കണ്ടിട്ട്? ഗ്രോത്ത് എന്ന് പറയാൻ അത്രയ്ക്കായിട്ടില്ല, ചെറിയ തോതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റിൽ എന്താ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓക്കെ, പലരോടും ഞാനങ്ങനെ പ്രസന്റ് ചെയ്യാറില്ല ഈ പറഞ്ഞ പോലെ കമ്പനി തുടങ്ങി അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ ഈ കേട്ടിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് ഓക്കെ നല്ലതാണ്. പണ്ട് പക്ഷെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒരുപാട് മാറി, നല്ല രീതിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷം കേട്ടോ. ഓക്കെ, ഇപ്പം എന്തായാലും ഗൂഗിൾ ഒരു ഓൺടർപ്രണർ ആണ്. ഇപ്പോൾ പ്രൈം ഫ്ലൈ പോലെ തന്നെ വേറെ എന്തെങ്കിലും ഐഡിയാസ് മൈൻഡിലുണ്ടോ? ഇതുപോലെ വേറൊരു യുണീക്ക് ഐഡിയ മൈൻഡിലുണ്ടോ ആസ് എ ബിസിനസ് മാൻ? ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൈം ഫ്ലൈ ചെയ്യുന്നുണ്ട്, മൂവീസിലേക്ക് കണക്ട് ആവണം ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പം അല്ലാത്ത ടോപ്പിക്സും പ്രോജക്ട്സും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പുതിയത് ചെയ്യാനായിട്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിവോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. എൻ്റെ ഫ്രണ്ട് ആദി പിന്നെ ഗൗരി രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ചെറിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് കോൺട്രിബ്യൂഷൻസൊക്കെ എൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്ലിവോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ നമ്മുടെ സ്ട്രെസ്സ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട് അപ്ലിവോയിൽ. ആ ഡോക്ടേഴ്സിനെ നമുക്ക് അതിനകത്ത് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് സംസാരിക്കാം. നമ്മുടെ പ്രൈവസിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഐഡൻറ്റിറ്റി പുറത്ത് റിവീൽ ആവത്തില്ല. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡോക്ടറിനെ പോയി അപ്പോയിൻമെൻറ്റ് എടുത്ത് കണ്ട് ഇഷ്യൂസൊക്കെ സംസാരിക്കാൻ മടിക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിലൂടെ കയറിയിട്ട് നമുക്ക് സംസാരിക്കാം, ഡോക്ടേഴ്സിനെ കാണാം, ഇഷ്ടമുള്ള ടൈമിൽ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാം. ഓക്കെ, ആക്ച്വലി ഈ ഒരു ടൈമിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മളുടെ ആളുകൾ കുറേ പേര് മെൻ്റൽ ഇഷ്യൂസ് ലൈക്ക് ഐ മീൻ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഈ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെ നമ്മുടെ ഈ ഒരു ടോപ്പിക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കുള്ളിൽ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എന്താ പുറത്ത് കാണുന്നത് നമ്മളായിരിക്കത്തില്ല ഉള്ളിൻ്റെ ഉള്ളിൽ. ലൈക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്ക് തന്നെ നമ്മൾ മനസ്സിലാവണം എന്നില്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മളെ മനസ്സിലാക്കാനും മനസ്സിലാക്കി തരാനും ഒരാൾ വേണ്ടേ? അതാണ് അപ്ലിവോ. അതെ, പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ വരുന്ന പോലെ നമ്മളെ കേട്ടിരിക്കാനും ഒരാളുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മെന്റർഷിപ്പ് തരാൻ ഒരാളുണ്ടാവും. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 7 ഡോക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. നമുക്കതിനകത്ത് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് കയറി അവരുമായിട്ട് നമുക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്തൊക്കെയാണ് എൻക്വയറീസ്, എന്തൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ് എന്നുള്ളത് കൊടുത്താൽ നമ്മുടെ ടൈമിന് അവൈലബിൾ ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും. അങ്ങനെ അല്ലേ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊതുവേ ഡോക്ടേഴ്സിന്റെ ടൈം അനുസരിച്ചല്ലേ നമുക്ക് ഇത് നമ്മളുടെ ടൈം അനുസരിച്ച്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോഴും എത്രയൊക്കെ നമ്മൾ ബിൽഡപ്പ് ആയി എന്ന് പറഞ്ഞാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാം അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ലൈക്ക് നമ്മളുടെ മെൻ്റലി ഒരു കാര്യം ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോഴും സ്റ്റിൽ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് ബെനിഫിഷ്യൽ ആവും.
അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ വരാനുള്ള ഒരു കാരണം എന്താ? ഇങ്ങനത്തെ ഒരു ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സബ്ജക്റ്റ് പ്രോജക്റ്റ് അല്ല, എൻ്റെ 2 ഫ്രണ്ട്സ് കൊണ്ടുവന്ന് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഞാനത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു പ്രോഗ്രാമാണിത്. ബട്ട് അതെന്തായാലും സക്സസ്ഫുള്ളി തന്നെ ആവട്ടെ അല്ലേ? കാരണം നമ്മളിപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണത്. ഇപ്പോൾ നമ്മൾ പ്രൈം ഫ്ലൈയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ പറഞ്ഞു ടീം വർക്കാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ടീം വർക്ക് പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻ ഓൺടർപ്രണർ ഇത്രയും ഒരു യങ് ഏജിൽ എന്തായാലും നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ ഗൂഗിളിനോട് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് എന്തായിരിക്കും? ബിക്കോസ് ഒരുപാട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. മേ ബി അവർക്കിത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വന്നേക്കാം. അപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും കൂടുതൽ ടഫ് സ്റ്റേജിൽ എങ്ങനെയാണ് ഗൂഗിൾ കടന്നുപോയത്? ഏറ്റവും ഫേസ് ചെയ്തൊരു ചാലഞ്ച് എന്തായിരിക്കും? ലൈക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമല്ലേ, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും. എനിക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നൊരു പ്ലസ് പോയിന്റ്. എനിക്ക് ബാക്ക് ബോൺ ആയിട്ട് അച്ഛനുണ്ടായിരുന്നു. പുള്ളി ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു എന്നുള്ളത് എനിക്കൊരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ പുള്ളിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പുള്ളി ഉള്ളത് കൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ സൗണ്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷേ എല്ലാവരും ഫേസ് ചെയ്ത സെയിം ഇഷ്യൂ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊരു ഡൗട്ട്. ലൈക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്. തുടങ്ങുക, എന്തുണ്ടെങ്കിലും നമുക്ക് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ബാക്കിയൊക്കെ നമ്മുടെ ഹാർഡ് വർക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗ്യം അനുസരിച്ചിട്ടോ എല്ലാം നടന്നു പൊക്കോളും. അങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ ഒരു സിനിമ പ്രേമിയാണ് അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് സിനിമ. അപ്പോൾ ഗൂഗിളിൻ്റെ ലൈഫ് എന്ന് എടുക്കുകയാണെങ്കിൽ ഒരു സിനിമാറ്റിക് മൊമെൻറ്റ് ഇപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ല, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. കാരണം ഞാൻ എന്ത് കണ്ടാലും ഈ പറഞ്ഞ പോലെ മൂവി റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് കാണും. പറഞ്ഞ ഇന്റർവ്യൂവിൽ തീരില്ല. ഒന്ന് രണ്ടെണ്ണം പറഞ്ഞോളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാരണം ഇങ്ങനെ കുറെ സ്കൂളിലെ മൊമെന്റ്സ് ആണെങ്കിലും കോളേജ് ആണെങ്കിലും ഓഫീസിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ തന്നെ ലൈക്ക് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പറയും, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഇന്ന റീൽ അല്ലെങ്കിൽ ഇന്ന മൂവിയിലെ ഷോട്ട് എന്ന് പറഞ്ഞ് വന്നോളും. ഇതുപോലെ റിലേറ്റ് കറക്റ്റ് അതുപോലെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഭയങ്കര മൂവി അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് എൻ്റെ ഓരോ സെക്കൻഡ്സും ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന പോലും മൂവിയായിട്ട് റിലേറ്റ് ചെയ്യാം. ഇപ്പൊ എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ ടൈം പാസ്സാണ്, നമുക്ക് വേറെ പണിയൊന്നുമില്ല. കാരണം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മന്തിൽ എനിക്ക് തോന്നുന്നു 1, 2, 3 ബുക്കിങ്സ് ഒക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പം എനിക്ക് മൂവി പാഷനേറ്റഡ് ആണ്, അഡിക്റ്റഡ് ആണെന്ന് അറിയാവുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടത്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണ്, സാർ ഈ പറഞ്ഞ പോലെ വലിയൊരു ഡയറക്ടറായിട്ടൊക്കെ വന്നിരിക്കുമ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ തന്നെ ഇവർ ഷൂട്ട് ചെയ്യുന്ന, അതിനകത്ത് ഒരാൾ ഇങ്ങനെ ആങ്കർ ആയിട്ടിരുന്നിട്ട് ചിക്കിന്ന വരും. പുള്ളിക്കാരി ഇങ്ങനെ ആങ്കർ ആയിട്ടിരുന്നിട്ട് എൻ്റെ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ സംരംഭത്തിൽ നിന്നാണ് ഈ കോള് വരുന്നത്. ഞങ്ങൾ ജിഷ്മ വിമലിന്റെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിലീസിന് ശേഷം സംരംഭത്തിൽ നിന്ന് കോൾ വന്നിട്ട് ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുമ്പം ഞാൻ ശരിക്കും വിചാരിച്ച സ്പീഡ് വിങ്സിന്റെ കോണ്ടാക്ട് എന്നെ വിളിച്ചതായിരിക്കും എന്നാണ്. പിന്നാണ് അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ സീരീസ് കണ്ടിരുന്നു, ആഡ്സ് കാണുന്നുണ്ട് പ്രൈം ഫ്ലൈയുടെ, അങ്ങനെ വിളിച്ചതാണ്. അപ്പം ആ പറഞ്ഞ പോലൊരു തിയേറ്ററിക്കൽ അല്ലെങ്കിൽ എന്താ ഒരു മൂവി ഫീൽ ആയിരുന്നു അത്. പറഞ്ഞ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ വലിയൊരു ഡയറക്ടറായിട്ട് വന്ന് ഇന്റർവ്യൂ നടത്തണം എന്ന് പറഞ്ഞത് നടന്നില്ലെങ്കിലും ഈ രീതിയിൽ ഇങ്ങനെ നടന്നല്ലോ, ഓക്കെ സെറ്റ് എന്നുള്ളൊരു തോട്ടായിരുന്നു. ഓക്കെ, മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ ഗൂഗിള്? മാനിഫെസ്റ്റ് ചെയ്യുമല്ലോ നമ്മളിപ്പോൾ, എല്ലാവരും മാനിഫെസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഇതൊരു മാനിഫെസ്റ്റേഷൻ ആണ് അല്ലേ? ഇപ്പോൾ ഗൂഗിള് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, പക്ഷെ അത് റിയൽ ആയിട്ട് നടക്കുന്നു. ഇപ്പം ഇതും ഒരു മാനിഫെസ്റ്റേഷനിൽ വരുന്ന തന്നെ കാര്യമാണ്. ഇപ്പോൾ ഈ ഡിറക്ഷൻ എന്നുള്ളതും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അപ്കമിങ് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലേ? വാട്ട് യു തിങ്ക്? തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ആഗ്രഹിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. നടക്കാത്തതായിട്ടൊന്നുമില്ല, എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണ്. എല്ലാവരും പറയും ഇല്ലല്ല ഒന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മളിപ്പോൾ ഒരു സാധനം വേണം എന്ന് വിചാരിച്ചാൽ അത് നടക്കും.
അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം മൂവി റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ അതിനകത്ത് ഇറങ്ങാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ ആ സമയത്ത് പറ്റിയില്ല, പല റീസൺസും ഉണ്ട്. അപ്പം ഇനി വരുന്ന ചാൻസസ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ ചെറിയ രീതിയിലെങ്കിലും വർക്കൗട്ട് ചെയ്തെടുക്കുക, അതിനകത്ത് നല്ല രീതിയിൽ പുഷ് ചെയ്യുക. ഞാനിപ്പം സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് വീഡിയോ ഫോണിലൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ അത് പിന്നെയും പിന്നെ ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ട് എനിക്ക് മൂവി ഇഷ്ടപ്പെടുന്ന, അവരുമായിട്ട് ചേർന്നിട്ടൊരു സാധനം ചെറുതായിട്ട് ചെയ്യുക, അതിനുശേഷം ഒരു മൂവിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു ടോപ്പിക്ക് എനിക്ക് തന്നെ എഴുതി എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിന് വർക്ക് ചെയ്യുക, നടക്കുമല്ലേ? തീർച്ചയായിട്ടും നടക്കും. നമുക്ക് അതെ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം. ചെറിയ രീതിയിലെങ്കിലും അത് പറഞ്ഞിട്ടുള്ള എല്ലാ ബക്കറ്റ് ലിസ്റ്റും കംപ്ലീറ്റ് ചെയ്യും ഞാൻ എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് വർക്കൗട്ട് ആവും. കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ നമുക്കുള്ളിലൊരു കോൺഫിഡൻസ് വേണമല്ലോ. ഇപ്പം ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു മൂവിയിലേക്ക് വരുന്നതാണെങ്കിലും പ്രൊഡക്ഷൻ ഡിറക്ഷൻ എന്താണെങ്കിലും കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നതാണ് മെയിനായിട്ടുള്ള ഒരു ലാക്ക് വരുന്നത്. ഒരു സപ്പോർട്ട് നമുക്ക് ബാക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? പറഞ്ഞാൽ ഈ ഒരു സെയിം ഫേസിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഞാനൊരു 3-4 മാസത്തിന് മേളിൽ ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട് ഇത് തുടങ്ങണോ വേണ്ടയോ. തുടങ്ങിയ ഫ്ലോപ്പ് ആയാൽ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഒരിടത്തും എന്നുള്ളത് കൊണ്ട് തുടങ്ങണോ വേണ്ടയോ എന്ന് വെച്ച് ഞാൻ തന്നെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം വേസ്റ്റ് ചെയ്തതിനെ പറ്റി ആലോചിച്ച് ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു 3-4 മാസം മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പം സെറ്റ് ആവാനുള്ള ടൈം ആയിരുന്നു. അത് ഡിലേ ആക്കിയത് എന്തുകൊണ്ടാണ്? ഈ ഓവർ തിങ്കിങ് കൊണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സൈഡ് ഉണ്ട്. തുടങ്ങണോ വേണ്ടയോ എന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കാതെ തുടങ്ങിയാൽ കുഴപ്പമില്ല, ചെറിയ രീതിയിലെങ്കിലും തുടങ്ങാം. അതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോൾ തോന്നുന്നോ അപ്പം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഇനി വേറൊരു ഡിസ്കഷൻ നോക്കണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ, നമുക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടോ, ഈ പറഞ്ഞ പോലെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം, സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവിടം വരെ എത്തിയപ്പോൾ ഗൂഗിളിന് തോന്നിയൊരു പ്രൗഡസ്റ്റ് മൊമെൻറ്റ് എപ്പോഴാണ്? ലൈക്ക് ഇത് വർക്കൗട്ട് ആയി എന്ന് തോന്നിയ ഒരു മൊമെൻറ്റ് എപ്പോഴാണ് ശരിക്കും? വർക്കൗട്ട് ആയി എന്ന് പറയുന്നൊരു മൊമെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളെ ഇത് ഓടൂ, അല്ലെങ്കിൽ എന്താ ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ഇൻട്രസ്റ്റ് വിട്ട് പോയിട്ട് ഈ പറഞ്ഞ പോലെ നിർത്തിപ്പോവും എന്നൊക്കെ പലരും. അല്ലെങ്കിൽ പിന്നെന്താ, അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അവൻ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം കാണിക്കും, കുറച്ച് കളയുമ്പോഴത്തേക്കിനും അത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിൽ അവനൊരു കുഴപ്പമില്ല, അച്ഛൻ പിന്നെയും കാശ് തരുമല്ലോ, അതിനകത്ത് അടിച്ച് പൊളിച്ച് നടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പം നമ്മളൊരു 1.5 വർഷം കംപ്ലീറ്റ് ചെയ്തു, അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ട്. ഭയങ്കര പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ചെറിയ തോതിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്, നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്, ഞാനിത് പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 2-3 മാസത്തിൽ പൂട്ടിപ്പോയില്ല. അതെ, അതാണ് ഏറ്റവും നമുക്ക് മൊമെന്റ്, ഒരു സിനിമാറ്റിക് മൊമെന്റ് നടത്തുന്നുണ്ട്, മുമ്പോട്ട് പോകുന്നുണ്ട്, ബാക്കി പരിപാടികൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് തന്നെ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ഒരു ലൈഫിൽ. ഇപ്പോൾ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് ലൈഫിൽ തന്നൊരു ലെസൺ ഉണ്ടാവുമല്ലോ ഗൂഗിളിൻ്റെ, അതെന്തായിരിക്കും? ലൈഫിൽ തന്ന ലെസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുക. നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കണം കുറേ കാര്യങ്ങൾ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും, എനിക്ക് അറിയില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണോ അതോ അതിനകത്തൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് കണ്ടാലും അതിനകത്തൊക്കെ ഒരു പാർട്ടാവണം വർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് സ്പ്ലിറ്റ് ചെയ്യണം. അത് പോസിറ്റീവായിട്ട് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ഓവർവ്യൂ വേണം, നമുക്കൊരു ഐഡിയ വേണം എന്നുള്ളത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അച്ഛൻ പുഷ് ചെയ്ത് വിട്ടുകയാണെങ്കിലും മാർക്കറ്റ് ഒരുപാട് പഠിക്കാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുക. എനിക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താ ബിസിനസ് ഇതൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട്. ലൈക്ക് നമുക്ക് കണ്ട് പഠിക്കാനും കേട്ട് പഠിക്കാനും ഒരുപാടുള്ള സാധനമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ലൈഫിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് എത്ര പഠിച്ചാലും ചിലപ്പോൾ മതിയാവില്ലായിരിക്കും അല്ലേ? ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ LLBയുടെ കാര്യം പറഞ്ഞു. ശരിക്കും LLB എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു?
സത്യമുള്ള പറയണം. സത്യത്തുള്ളത് പറഞ്ഞോളൂ. ഗൂഗിളിനെ പറ്റി അറിയണമല്ലോ നമുക്ക്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു. പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഓക്കെ. അപ്പം എന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവൻ BBA LLB ചൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി വിളിച്ചു. ഞാനപ്പോൾ ഉടനെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഇന്ന കോളേജാണ്, ഇന്നതുപോലെ പഠിക്കാൻ പോവുക. അവൻ +2 വരെ എൻ്റെ കൂടെ പഠിച്ചതാണ്, 3ാം ക്ലാസ് തൊട്ട്. അപ്പോൾ അവൻ ഇതേപോലെ കയറുന്നു എന്നുള്ളത് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഭൂരിഭാഗം പേരും LLB പഠിച്ചു, അത് കഴിഞ്ഞിട്ട് കയറി, ഇങ്ങനെയാണ് അങ്ങനെയാണ് അതൊക്കെ. പിന്നെ അടുത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പം ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ഡോക്ടേഴ്സ്, അത് എൻജിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താ എന്ത് പറയുക, ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനില്ല. എന്ത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് പറഞ്ഞാൽ ടോപ്പിക് ക്ലോസ്ഡ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒന്നും നോക്കണ്ട, ഭയങ്കര സിമ്പിളാണ്, 46 പേപ്പറേ ഉള്ളൂ, എഴുതിയെടുത്താൽ കിട്ടും, സുഖമായിട്ട് കിട്ടും. BBA LLB എല്ലാം കൂടെ ചേർത്തൊരു 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ സെറ്റാണ്, ട്രിവാൻഡ്രത്തെ ഏറ്റവും അടിപൊളി കോളേജ്. ഇത്രയും കേട്ടോ. അടുത്ത ദിവസം രാവിലെ കൊണ്ടുവന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് കയറി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതും കൂടി പറഞ്ഞോളൂ. ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻഡ്? അപ്പൊ അത്ര സിമ്പിൾ ആയിരുന്നു ഫ്രണ്ട് പറഞ്ഞ പോലെ? ഫ്രണ്ട് പറഞ്ഞ പോലെ അത്ര സിമ്പിൾ അല്ലായിരുന്നു. വരിക, കോളേജ് സെറ്റാണ്, വൈബാണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാംസ് എല്ലാം പൊളിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അല്ലായിരുന്നു അവിടെ സംഭവിച്ചത്. അതെനിക്ക് മാത്രം അറിയാം. ഓക്കെ, ഇത് മാത്രമല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാലോ എന്ന് പറഞ്ഞെടുത്തൊരു തീരുമാനമായിരുന്നു. വേണ്ടായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ചോദിച്ചാൽ പറയാം. ഞാൻ LLB പഠിച്ചതാണ്. LLB ആയിരുന്നു, 5 വർഷത്തെ കോഴ്സായിരുന്നു, കഴിഞ്ഞ് വന്നതാന്നൊക്കെ പറയാം. പിന്നെ കൂടുതൽ ചോദ്യങ്ങളില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നത് ഒരു സന്തോഷമാണ്. ആണല്ലേ? പക്ഷെ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം ചിലപ്പോൾ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നമുക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ചെയ്താൽ മതിയെന്ന് ചിലപ്പോൾ അപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ആണ്. അപ്പോൾ ഈ LLB അതല്ലായിരുന്നെങ്കിൽ ഗൂഗിളിന് പേഴ്സണലി, ഇപ്പം മറ്റുള്ളവരുടെ ഇതല്ലാതെ പേഴ്സണലി ശരിക്കും എന്ത് പഠിക്കാനായിരുന്നു ആഗ്രഹം? എന്ത് ചെയ്യാനായിരുന്നു? +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനായിരുന്നു ഗൂഗിളിന് ആഗ്രഹം? +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്തിട്ട് കൂടെ ഇല്ല. പക്ഷേ മൂവി ചെയ്യണം എന്നുള്ളത് നേരത്തെ തൊട്ട് ആഗ്രഹം. നേരത്തെ തൊട്ടെന്ന് പറയുമ്പോൾ ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട്. ഓ, അത്രയും യങ് ഏജിലെ ഒരു മൂവി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഓക്കെ, ഉണ്ടായിരുന്നു. ആണ്. അപ്പം എനിക്കിങ്ങനെ കഥകൾ പറയാനും പ്രസന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ആ ഒരു 10th കഴിയുമ്പോൾ തന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പറയും, ഇങ്ങനൊരു കഥ ഇട്ട് അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അന്നേരം ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. +2 കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല, ചെയ്തില്ല. ആ ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇനി ആ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കമ്പനി സ്റ്റാർട്ടിങ് ഫേസ് ആയതുകൊണ്ട് വേറെ ഒന്നിനകത്തോട്ടും ചാടുന്നില്ല തൽക്കാലം. ഒന്ന് ഇപ്പം എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിനും ഉടനെ മൂവിയിലേക്ക് കയറണം. അതെ. പക്ഷേ ഇപ്പൊ ജിസ്മ വിമലിന്റെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരുപാട് കോണ്ടാക്ട്സ് വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കേട്ടാൽ നമ്മൾ ചെയ്യും. ഇപ്പൊ മമ്മൂക്കാനോട് ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് മമ്മൂക്കാനെ ഇംപ്രസ് ചെയ്യാൻ പറ്റാന്നുള്ളത്, ലൈക്ക് ആസ് എ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ ഗൂഗിളിനോട് ചോദിക്കുകയാണ്, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഷോർട്ട് ഫിലിം ഒരു മൂവി ഉണ്ട്, അപ്പോൾ ഞാൻ ഗൂഗിളിനെ സമീപിക്കുകയാണെങ്കിൽ ഗൂഗിളിനെ എങ്ങനെയാണ് എനിക്ക് ഇംപ്രസ് ചെയ്യുക? ഏത് കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റാണ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ജോണറാണ് ഗൂഗിളിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ആക്ച്വലി എല്ലാ ടൈപ്പ് ഓഫ് ജോണേഴ്സും സ്ക്രിപ്റ്റും ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും അതിനകത്തൊരു എക്സ്ട്രാ ഓർഡിനറി ഫീച്ചർ ഉണ്ട്, ലൈക്ക് മീൻസ് ഓഡിയൻസ്, കാണുന്ന ഓഡിയൻസിനാണ് ഇത് കണക്ട് ആവേണ്ടത്. എക്സാക്ട്ലി. നമ്മളിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഓഡിയൻസിന് കണക്ട് ആവണം. ഞാനിപ്പം ഭയങ്കര അടിപൊളി ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഓഡിയൻസിന് കണക്ട് ആയില്ല എന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. ഓഡിയൻസിന് കണക്ട് ആവും. അതിനകത്തൊരു വർക്ക് ചെയ്യാൻ, എനിക്കും കൂടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുന്ന സബ്ജക്ട്സിൽ ഞാൻ കയറി കൈവയ്ക്കും. റെഡിയാണ് ചെയ്യാൻ വേണ്ടി. കാരണം എനിക്ക് കേൾക്കുന്നതുകൊണ്ടേ തന്നെ നമുക്ക് ഓക്കെ ഇതിനകത്തൊരു ലൈഫുണ്ട് എന്ന് തോന്നണം. കാരണം അത് പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ കഴിവായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടായിരിക്കും. എന്തെങ്കിലും ഒന്നിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു ലൈഫ് വേണം. ഒന്നെങ്കിൽ നമ്മൾ അത്ര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്നതാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് അയാളുടെ പ്രസന്റേഷനിൽ മനസ്സിലാവും. അപ്പം ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള സാധനമുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് ചാടി വീഴാം. ഓക്കെ. അപ്പോൾ അവന് ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. ഗൂഗിളിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ജോണർ ഉണ്ടാവില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണാൻ ഇഷ്ടമുള്ള ഒരു, അതേതായിരിക്കും? കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഏതാണ്? കോമഡി, ത്രില്ലേഴ്സ്. ഇത് രണ്ടും കൂടുതൽ വർക്കൗട്ട് ആവുന്നത്.
പിന്നെ റോം കോം ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ച ഒരു വർക്ക് ചെയ്യുമ്പോൾ, ബിക്കോസ് എനിക്കറിയാം ഒരു ബ്രാൻഡ് കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല, അതിൽ ഒരുപാട് ഹാർഡ് പാർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ മൂവീസ് ആയിരിക്കും അല്ലേ? മൂവീസ്. ഡ്രൈവിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓട്ടിക്കുന്ന അത്രയും ടൈം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വേറെ ആരെങ്കിലും വണ്ടി ഓട്ടിക്കുകയാണ്, ഇപ്പോൾ അമ്മയൊക്കെയാണ് വണ്ടി ഓട്ടിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങും. എനിക്ക് ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഏറ്റവും കൂടുതൽ വീട്ടിൽ കുറ്റം കേൾക്കുന്നത് അതിനാണ്. ഈ പറഞ്ഞ പോലെ വണ്ടി ഓട്ടിക്കുക, എനിക്ക് സൂപ്പർ സ്പീഡിൽ പോവുക, അങ്ങനത്തെ കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കൂടുതലും വണ്ടി നല്ല സ്പീഡിന് ഓട്ടിക്കുക, വണ്ടിയിൽ സ്റ്റണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. ഡേഞ്ചറസ് ആണെങ്കിലും അതിനകത്ത് ഭയങ്കര പരിപാടികളൊന്നും കാണിക്കാറില്ല. ഇപ്പം ഭയങ്കര ഡീസൻ്റ് ആണ്. പക്ഷെ വണ്ടി ഓട്ടിക്കുക, വെറുതെ ഓട്ടിക്കുക, ഇതാണ് രസം. പാട്ട് കേട്ട് അങ്ങ് ഓട്ടിച്ച് പോവുക, അത് ഭയങ്കര ഒരു ഫീലാണ്. നമ്മള് ഭയങ്കര എന്ത് മൂഡിൽ നിന്നാലും ഒരു വണ്ടിയിൽ കയറി പാട്ടിട്ട് നല്ല രീതിയിൽ ഓട്ടിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും, സ്ട്രെസ് ബസ്റ്റർ അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞ പോലെ അതിനകത്ത് നമുക്കൊരിത് വേണം. ഈ പറഞ്ഞ പോലെ സ്പീഡിൽ ഓട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സൺ മെറ്റീരിയൽസ് ചെയ്യുന്നതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഭയങ്കര ഒരു ഫീലാണ്. എക്സാക്ട്ലി. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ മൂഡ്. ശരിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ ലൈഫിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു ലൈഫ് ജേർണി തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് ഗൂഗിളിൽ കാണേണ്ടതെന്ന്? ഒരു 5-10 ഇയേഴ്സിൽ ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണ്? എനിക്ക് പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കണം. മൂവി ഡയറക്ഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്തെങ്കിലും രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഫേമസ് ആവണം എന്നുണ്ട്. ബിസിനസ് രീതിയിലും ഈ പറഞ്ഞ പോലെ അറിയപ്പെടുന്ന ഒരു ഫേമസ് ബിസിനസ് മാൻ ആവണം എന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ കമ്പനി ഇപ്പോഴത്തെ പ്രൈം ഫ്ലൈ, അത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറണം. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് വലിയ ആഗ്രഹങ്ങളാണ്. എൻ്റെ അടുത്ത് എല്ലാവരും കൂടുതൽ കുറ്റം പറയുന്നത് ചെറുതിലൊന്നും പിടിക്കരുത്, വലിയ പരിപാടി മാത്രം. അല്ല, ആക്ച്വലി അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നത് എന്തിലാണ് എൻ്റെ ഡ്രീംസ് അങ്ങനെ വേണ്ടേ? ശരിക്കും നമ്മള് ഏറ്റവും എൻഡിൽ തന്നെ ഡ്രീം ചെയ്താലാണ് അതിൽ നമ്മൾ വിചാരിക്കുന്നതിൽ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഡ്രീം ഹൈ എല്ലാവരും പറയുന്ന പോലെ അല്ലേ? എല്ലാവരും കൂടുതൽ പറയുന്നത് ഇത്തിരി പൊടിക്ക് കൂടുതലാണ് എന്നാണ്. എനിക്ക് പറഞ്ഞ പോലെ എല്ലാം, കാരണം പല എനിക്ക് എല്ലാത്തിനകത്തും ആഗ്രഹങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം അമെക്സ് കാർഡ് എടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അതിന് മുമ്പത്തെ ആഗ്രഹം കാർ 2 സീരീസ് BMW എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ. അതെ, അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ പലർക്കും ഇല്ലാത്ത പല ഐഡിയാസാണ് പല കാര്യങ്ങളിലും. ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന സാധനങ്ങൾ, കമ്പനിക്ക് ഇത്രയും റവന്യൂ വേണം ഒരു കൊല്ലം, ഇന്നടുത്ത് എനിക്ക് ഓഫീസുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്ലാൻസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം ഇങ്ങനെ, ഞാൻ ഒപ്പോണൻ്റായിട്ട് കാണുന്ന ആൾക്കാർ വരെ ഹൈ എൻഡിലാണ്. ലൈക്ക് നമ്മുടെ ലെവലിലുള്ള ആൾക്കാർ പോലും അല്ല, എനിക്ക് ഇവരായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ തിങ്ക് ചെയ്തു പോകുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചാലാണ് നമ്മൾ വർക്കൗട്ട് ആവുള്ളൂ. അത് കുറേയൊക്കെ. പിന്നെ എനിക്കിപ്പോൾ ഗൂഗിളിനടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, ആളുകൾ പറയുന്നതൊന്നും നമ്മൾ ചിന്തിക്കാതിരുന്ന കുറേയൊക്കെ സെറ്റാവും. പലർക്കും പല ഒപ്പീനിയൻസ് പറയാം, എന്തുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല, എക്സാക്ട്ലി എന്തുകൊണ്ട് ചെയ്യുന്നില്ല. ഈ ഇന്നത് ചെയ്യുക, അത് ഇത് ചെയ്യുന്ന പറയുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് സ്വന്തമായി ചെയ്തുകൂടാ? അതുപോലെ തന്നെ നമ്മൾ ഈ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളും അത് ചെയ്യണം. നമ്മളും വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പോരാ. ലൈക്ക് ചെയ്യാമല്ലേ, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 മാസം ഞാനും വേസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. തുടങ്ങിയാൽ രക്ഷപ്പെടുമോ, തുടങ്ങിയില്ലെങ്കിൽ രക്ഷപ്പെടുമോ? തുടങ്ങിയാലല്ലേ അറിയാൻ പറ്റൂ. തുടങ്ങുക, റിസ്ക് എടുക്കുക. എനിക്ക് തന്നെ ഒരു ഓൺടർപ്രണർഷിപ്പിലാണെങ്കിലും എല്ലാത്തിലും റിസ്ക് എടുക്കാനുള്ള ഒരു കറേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലേ? റിസ്ക് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ സത്യം പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, ഇനി പ്രത്യേകിച്ച് ഒരു ബിസിനസ് എന്ന് പറയുന്നതേ ആദ്യം ഓർമ്മ വരുന്ന റിസ്ക് ആണ് അല്ലേ? ഒരു ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോഴേ റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. എൻജോയബിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ആയിട്ട് തോന്നില്ല. നമുക്കതൊരു നല്ല പരിപാടിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും നമുക്ക് മുമ്പിലൊരു ഇഷ്യൂ അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനെ കോൺഫ്ലിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചാടിക്കടക്കാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ
ആക്റ്റീവ് ആവും, നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കട്ട് ഓഫ് സാധനം ഇല്ല, ഇന്നതിനെ കടന്ന് പോകണം എന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലെവലിൽ തന്നെ അങ്ങനെ പോകും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അച്ചീവ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും ഒരു ബാരിക്കേഡ് ചാടി കിടക്കാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും, അത് നടക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ അല്ലേ. ഇല്ല, നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു നമ്മളുടെ കോൺവെർസേഷനിൽ ഒരുപാട് നമ്മൾ പറഞ്ഞതിലും ഈ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ബിക്കോസ് ഈ ഒരു യങ് ഏജ്, എനിക്ക് തോന്നുന്നത് ഈ ഏജ് ഒരിക്കലും ഒരു കാരണമായിരിക്കില്ലല്ലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏജ് ഒരു ബാരിയർ ആണോ? ഇല്ല, അതിനൊരു എക്സാമ്പിൾ ആണ് ഓഫ് കോഴ്സ് ഗൂഗിൾ. പക്ഷെ അത് ഗൂഗിൾ തന്നെ പറയണം. എന്നെയും കാട്ടി ഏജ് കുറഞ്ഞ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഏജിനെ ഒരു മാറ്ററായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല. കാരണം ഇന്ന പ്രായം ഉണ്ടെങ്കിൽ ഇന്ന ചെയ്യാവൂന്നൊക്കെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. അല്ലെ, എന്നെയും കാട്ടി ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്തോരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അപ്പോഴും അതിനകത്തൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ആ പ്രായത്തിൽ അങ്ങനെ ആയില്ല എന്നൊരു തോന്നലുണ്ട്. എന്തുകൊണ്ട് ആ ഒരു ഏജിൽ, കാരണം ഇപ്പം ചില ന്യൂസ് കട്ടിങ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പം ഇത്രയും ലൈക്ക് 8th പഠിക്കുന്ന കുട്ടി ഇത് ചെയ്തു എന്നൊക്കെ പറയും. ഞാൻ എന്തുകൊണ്ട് 8th പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്തില്ല, ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓക്കെ, ഈ പറഞ്ഞ പോലെ എൻ്റെ ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാരായിട്ട് ഞാൻ കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ അവരിൽ ബെസ്റ്റ് ആവണം. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി അടുത്ത്. അല്ല, ഇപ്പോൾ നമ്മളുടെ ഈ ഇന്റർവ്യൂ കാണുന്ന 30 വയസ്സുള്ളവരായിരിക്കും ആലോചിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? 30 വയസ്സുള്ളവരെ ആൾക്ക് 22 വയസ്സുള്ളപ്പോഴേക്കും ഒരു ബ്രാൻഡ് തുടങ്ങിയല്ലോ എന്ന് ചിന്തിക്കുക. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം കണ്ടിന്യൂയിങ് ആയിരിക്കും. ഇപ്പം ഗൂഗിൾ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവർ ഒരു ആളുകൾ ചിന്തിക്കുന്നത് ഇത്രയും ചെറിയ പ്രായത്തിലെ ഒരു കമ്പനിയുടെ CEO ആവുന്നു, നമ്മൾക്ക് ഒന്നും ആവാൻ പറ്റിയില്ല, അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അത് ഗൂഗിൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും അവർ സക്സസ്ഫുൾ ആയി. മേ ബി ഇപ്പോൾ ഗൂഗിൾ ഇതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണുന്നതല്ല, അതിൻ്റെ അകത്തും കുറേ കാര്യങ്ങളുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സക്സസിൻ്റെ അങ്ങ് അറ്റം വന്ന് നിൽക്കുമെന്നല്ല. പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഫ്ലോപ്സ് ഉണ്ടാവും, കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്നും പറയുന്നൊരു സാധനം ഇതാണ്, നമ്മൾ ഈ പറഞ്ഞൊരു പൊസിഷനിലെത്തും, ഇന്നെത്തിയില്ലെങ്കിൽ നാളെ എത്തും, നമ്മൾ കിട്ടില്ലാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട്. നല്ല ഉയരങ്ങളിൽ എത്തണം എന്ന് ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ പിള്ളേരും വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അതെന്തായാലും എത്തട്ടെ. കാരണം നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഹാർഡ് വർക്ക് ഉണ്ടാവണം, പാഷൻ ഉണ്ടാവണം, വർക്കൗട്ട് ആവും. പിന്നെ ബാക്കി ഭാഗ്യമൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. നമ്മൾക്ക് പാഷനും ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി വർക്ക് കൂടി ചെയ്യണമല്ലോ, അല്ലേ? ഇപ്പോൾ പ്രൈം ഫ്ലൈയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കൺട്രി, ഇപ്പോൾ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയിരിക്കണം പ്രൈം ഫ്ലൈ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രൈം ഫ്ലൈയുടെ എക്സാക്ട് ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം എയർപോർട്ട്സിലും നമുക്ക് നല്ല രീതിയിൽ സർവീസസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. UAE എയർപോർട്ട്സിലും ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് UAE പോയി അറൈവൽ ആവുന്ന ആൾക്കാരുണ്ട് ആദ്യമായിട്ട്. അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ എയർപോർട്ട്സ്, നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഏത് എയർപോർട്ട്സിൽ കണക്ട് ചെയ്യണം, സർവീസ് വേണം എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തുതരാൻ വില്ലിങ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻക്വയറീസ് വരുന്നതനുസരിച്ച് നമ്മൾ അതെല്ലാം ആപ്ലിക്കേഷനിലും വെബ്സൈറ്റിലും ലൈവ് ആക്കി കൊണ്ടുവരും. ഇപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് എയർപോർട്ട്സേ ഉള്ളൂ. പക്ഷേ എൻക്വയറി വരുന്നതനുസരിച്ച് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഓഫ്ലൈൻ സെയിൽസും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറുണ്ട്, കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എന്താവശ്യമാണ് എയർപോർട്ടിൽ, ഏത് എയർപോർട്ടിൽ വേണം, നമ്മൾ അവിടുത്തെ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് ടിക്കറ്റ്സും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റിലും ആപ്ലിക്കേഷനിലും കൊണ്ടുവരാനുള്ള വർക്കിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാം ഉടനെ സെറ്റ് ആവും. അപ്പോൾ അതാണ് ഇപ്പോൾ പ്രൈം ഫ്ലൈയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവർ. അപ്പോൾ അവരോട് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് നമുക്കൊരു ഐഡിയയും മിഷനും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയൊക്കെ ഉടനെ വഴിയെങ്കിൽ ശരിയായി പോയിക്കോളും. ഇപ്പോൾ ഗൂഗിൾ ഇത്രയും യങ് ഏജിൽ ഒരു ഓൺടർപ്രണർ ആയതുകൊണ്ടുകൂടി ചോദിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ മണി പ്ലാനിങ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഗൂഗിളിന് എന്താ പറയാനുള്ളത്? ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നും അറിയില്ലാത്ത കുറേ പേരുണ്ട്. അതേപോലെ തന്നെ ഒരു പുതിയ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് ഒരു
ഇൻസ്പിറേഷനും കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഗൂഗിളിന് എന്താ പറയാനുള്ളത്, ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ? ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രശ്നം. ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ പോലെ ഫണ്ട് എവിടെ നിന്ന് റേസ് ചെയ്യും കാര്യങ്ങളൊക്കെ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്നാലും എൻ്റെ മൈൻഡിലുള്ളൊരു കാര്യം, ഞാൻ അച്ഛൻ്റെ ഇത്ര രൂപ വാങ്ങി, അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കേസ്. അപ്പം ഞാൻ അതിനകത്ത് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, മാർക്കറ്റിംഗ് സൈഡ്, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവാം. കാരണം നമുക്ക് കൊട്ടേഷൻസ് എടുക്കാം പലയിടത്തുനിന്ന്, റേറ്റിംഗ് കാര്യങ്ങളും എടുത്ത് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പല കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ലൈക്ക് റിസർച്ച് നടത്തുക. അപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് പാളിപ്പോവാതിരിക്കും. പലരും ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഇത് മണ്ടത്തരമെന്ന് തോന്നുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മീൻസ് പഠിച്ചു വന്നതാണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ വന്ന് കയറിയ ഉടനെ മനസ്സിലാക്കിയ കാര്യമൊന്നുമല്ല. ലൈക്ക് ഓരോരോ കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വന്നതാണ്, ഓക്കെ ഇതിനകത്ത് ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇതിനകത്ത് ഇത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയേനെ എന്നുള്ളത് നമ്മൾ പോകെ പോകെ മനസ്സിലാക്കി വന്നൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ഇൻഡസ്ട്രിയിലാണ് ഇറങ്ങുന്നത്, ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, കുറേയൊക്കെ എന്താണ് റിസർച്ച് ചെയ്യുക, കുറേയൊക്കെ നമുക്ക് തനിയെ മനസ്സിലായിക്കോളും. അയൺമാൻ്റെ മൂവിയിൽ പറയുന്ന പോലെ ഒരു സാധനമുണ്ട്, ലൈക്ക് ടോണി മിസ്റ്റേക്സിൽ നിന്നാണ് പഠിക്കുന്നത്. അതുപോലെ നമുക്കും തെറ്റുകൾ പറ്റും, ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ചോളും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാന്നുള്ളത്. ആണല്ലേ, ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയുമല്ലോ. തീർച്ചയായിട്ടും ആണല്ലേ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗൂഗിളിൻ്റെ കാര്യത്തിലും. പക്ഷെ ഗൂഗിളിൻ്റെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മൊമെന്റ്സിൽ തോറ്റു പോകും എന്ന് ഉറപ്പുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ലോസ് വരും എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ എന്നോട് കൂടെ നിൽക്കുന്ന എല്ലാവരും ചോദിക്കും, ഇത് ഇനി ബുദ്ധിമുട്ടാവില്ലേ, ലൈക്ക് ഇങ്ങനെ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുമോ, അല്ലെങ്കിൽ ഒരു മൊമെന്റ് വന്നിട്ട് ഇത് ഫ്ലോപ്പ് ആവും. കാരണം നമ്മൾ റിസ്കിന്റെ മേളിൽ കളിക്കുന്നതാണ്. കാരണം ഇപ്പം കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് ഈ ഫീൽഡിൽ. എക്സാക്ട്ലി. നമ്മുടെ എയർപോർട്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കോമ്പറ്റീഷൻ കുറഞ്ഞിരുന്ന ഫീൽഡിൽ ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പം ബിഗ് പ്ലേയേഴ്സും ഉണ്ട്, ലൈക്ക് ലോവർ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സും ഉണ്ട്. നല്ല രീതിയിലുള്ള ആൾക്കാർ കോമ്പറ്റീറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റസിൽ നമുക്ക് എന്തെങ്കിലും കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റും എന്നുള്ള നല്ല ടെൻഷനുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇതുള്ളൂ, തോക്കുമ്പം അന്നേരം നോക്കാം, പക്ഷെ തോറ്റ് കൊടുക്കാതിരിക്കുന്നിടത്തോളം ഞാൻ ഫൈറ്റ് ചെയ്യും. ലൈക്ക് തോക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. കാരണം തോറ്റായിരിക്കും, വേറൊന്നും പറയാനില്ല. ഇത്രയും നാള് എന്താണ് കാണിച്ചതെന്നുള്ളത് ഞാൻ പിന്നെയും ഈ പറഞ്ഞ പോലെ +2 കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യം പോലെ ഞാൻ നിൽക്കേണ്ടി വരും. അടുത്ത എന്തെന്ന് ഞാൻ പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരും എല്ലാവരുടെ മുമ്പിലും. അതിന് നിൽക്കാൻ പാടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെയും സക്സസ് ആക്കുക, അതിനെന്തോരം ഫൈറ്റ് ചെയ്യണം, അതിന് ഞാൻ ഫൈറ്റ് ചെയ്യും, എഫേർട്ട് ചെയ്യാനുള്ള എഫേർട്ട് ചെയ്യും. അപ്പം വിട്ടുകൊടുക്കാനോ ഫെയിലിയറിലേക്ക് ലൈക്ക് അതിൻ്റെ അറ്റം വരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫെയിലിയർ ആവാൻ ഞാൻ നിന്ന് കൊടുക്കില്ല, ഇനി എന്തായാലും നിന്ന് കൊടുക്കില്ല. ഈ പറഞ്ഞ പോലെ പ്രൈം ഫ്ലൈ ഒരു സെറ്റായ അടുത്ത മൂവി. അപ്പം ലൈക്ക് ഇതിനകത്ത് എന്തെങ്കിലും കയറ്റയിറക്കങ്ങൾ വന്നാലും ഞാൻ മൂവി പറഞ്ഞ് പിടിച്ച് നിൽക്കും. എന്തിനകത്തെങ്കിലും പിടിച്ച് നിൽക്കണം എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം, നമ്മൾ അതിനകത്ത് ഹാപ്പി ആയിരിക്കണം. എനിക്ക് തന്നെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവുക എന്നുള്ളത് അല്ലേ? എക്സാക്ട്ലി, അത് വലിയൊരു തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് അത് ചെയ്യുമ്പോഴത്തേക്കിനെ നമ്മൾ ഹാപ്പി ആവും. ലൈക്ക് അല്ലാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നെ ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു സാധനത്തിൽ ഇരുത്തിയാൽ എനിക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷേ അതെല്ലാം കൂടുതൽ ഈ ആർട്ട് മീഡിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ തന്നെ ആണെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ ഭയങ്കര എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ അല്ലെങ്കിൽ എന്താ ടോയ്സ് സാധനങ്ങളൊക്കെ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ കാണുമ്പം ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, ഇതെങ്ങനെ ഇവിടെ വിൽക്കുന്നു, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവും. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവും. അതിനകത്ത് നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും. നമുക്കിഷ്ടമല്ലാത്ത സാധനങ്ങളിൽ നമ്മൾ ഭയങ്കര ലൈക്ക് മൂടിയായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതൊരിക്കലും സക്സസ് ആവണം എന്നുമില്ല, ഒരിക്കലും ഇല്ല. അത് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ അത് ഫെയിലിയർ ആണ്, അത് സക്സസ് ആയിട്ട് പറയാൻ പറ്റില്ല.
ഇപ്പം എന്തായാലും ഇപ്പോൾ ഗൂഗിള് സക്സസ് ആണ് അല്ലേ? സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഹാപ്പിയാണ്, സോ സക്സസ് ആണ്. എക്സാക്ട്ലി മനസ്സിലായി. പക്ഷേ ഇനി ഗൂഗിളിൻ്റെ ആഗ്രഹം പോലെ എനിക്ക് മനസ്സിലായത് ഗൂഗിളിന് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണ്, ഇഷ്ടം കൊണ്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാഷൻ തന്നെയാണ് അല്ലേ മൂവി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മൂവിയിലെ ഒരു ഭാഗമാകാൻ ഉടനെ തന്നെ സാധിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഗൂഗിൾ, അപ്പോൾ എന്തായാലും ഗൂഗിളിൻ്റെ ഏറ്റവും ആഗ്രഹമായിട്ടുള്ള മൂവി ഉടനെ തന്നെ സാധിക്കട്ടെ. നേരത്തെ ഗൂഗിൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ ഡയറക്ടർ എൻ്റെ കൂടെ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഇന്റർവ്യൂ, അതെ നെക്സ്റ്റ് ഇന്റർവ്യൂ അങ്ങനെ ഇരിക്കാൻ സാധിക്കട്ടെ അല്ലേ? ഒരുപാട് ഒരുപാട് സന്തോഷം ഗൂഗിൾ. ഇതുപോലെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. നമ്മൾ പറഞ്ഞു പോയതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴും മടിക്കുന്ന ഒരുപാട് പേരുണ്ട്, പേടിച്ച് റിസ്ക് എടുക്കാൻ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലേ? താങ്ക് യു സോ മച്ച് ഗൂഗിൾ. താങ്ക് യു.